ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമുക്ക് വൈകിട്ട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് വേണ്ടിയിട്ട് ഞാൻ കൂന്തൽ അല്ലെങ്കിൽ കണവ അതാണ് എടുത്തേക്കുന്നത്. ഇതൊരു മീഡിയം സൈസിലുള്ള ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചതാണ്. ഉപ്പും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഒരുപാട് ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് സവോളയാണ് വേണ്ടുന്നത്. ഇതൊരു വലിയ 2 സവോളയാണ് എടുത്തേക്കുന്നത്. ചെറുതാണെങ്കിലും മീഡിയം സൈസിലുള്ളതാണെങ്കിൽ 3 എണ്ണം എടുക്കാം. ഇനി വേണ്ടുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഇതൊരു 1 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ടും എടുക്കാം. ഇനി ഈ ബ്രെഡ് ഒന്ന് മുക്കി വറുക്കാനായിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ഇതിനകത്ത് ചേർത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കട്ടകെട്ടാതെ ഒന്ന് ഇളക്കിയെടുക്കണം. ബാറ്റർ ഇവിടെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. സവോള കുറച്ച് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർക്കാം. അപ്പോൾ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്കതിലേക്ക് 3/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഒരുപാട് സ്പൈസസ് ഒന്നും ഇതിനകത്ത് ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിനായിട്ട് കുറച്ച് മുളക് പൊടിയോ അതല്ലെന്നുണ്ടെങ്കിൽ പച്ചമുളക് അരിഞ്ഞതോ നിങ്ങൾക്ക് ചേർക്കാം. ഇനി കുറച്ച് ഫ്രഷ് മല്ലിയില കൂടി ചേർക്കാം. ഇനി ഇതിൻ്റേക്ക് മെയിൻ ഫില്ലിംഗ് ആയിട്ടുള്ള കണവയാണിത്. അപ്പോൾ ഇത് മിക്സിയിൽ ഒന്ന് ചതയ്ക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് എടുത്തതാണ്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്, അങ്ങനെ എടുത്തതാണിത്. ഇതൊരു 5 മിനിറ്റ് വരെ ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് ഉള്ളിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇതിനി വേവിക്കേണ്ട ആവശ്യമില്ല, വെന്തതാണല്ലോ. അപ്പോൾ ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഇനി ഞാൻ ബ്രെഡ് ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിനകത്തേക്കാണ് നമ്മൾ ഇതിൻ്റെ ഫില്ലിംഗ് വെച്ച് റോൾ ചെയ്ത് എടുക്കുന്നത്. നമുക്കിതിലേക്ക് ഇനി കുറേശ്ശെ ഇതിനകത്ത് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇതല്ലെന്നുണ്ടെങ്കിൽ ബോളായിട്ട് ഉരുട്ടിയെടുത്താലും മതി. ഇതിൻ്റെ സൈഡ്സിലേക്ക് കുറച്ച് വെള്ളം, സാധാ പച്ചവെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തേക്കാം. ഇതൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ഒട്ടിയിരിക്കണം. ഇതല്ലെന്നുണ്ടെങ്കിൽ ഇത് തുറന്ന് ഇതിനകത്തുള്ള ഫില്ലിംഗ് എല്ലാം എണ്ണയിൽ ആയിപ്പോവും. ഇനി ഇതിൻ്റെ അരികു വരുന്ന ഭാഗം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ലോക്ക് ചെയ്യുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നേരെ ആ ബാറ്ററിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ബ്രെഡ് പൊടിയിലോ റസ്ക് പൊടിയിലോ ഒന്ന് പൊതിഞ്ഞ് നമുക്കിത് ഒരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ബാറ്ററിൽ നിങ്ങൾ മുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ബ്രെഡാണ്, പെട്ടെന്ന് തന്നെ ഇത് കുതിർന്നു പോകും. അപ്പോൾ നമുക്ക് ഒത്തിരി നേരം ഒന്ന് ഡിപ്പ് ചെയ്തിടരുത്. ഇത് നന്നായിട്ട് കുതിർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് എടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ബ്രെഡ് എടുക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ പാൻ കേക്ക് തയ്യാറാക്കുക. മൈദയും ഉപ്പും കോൺഫ്ലവറും ചേർത്ത് ബാറ്റർ തയ്യാറാക്കിയിട്ട് അത് ദോശക്കല്ലിൽ വെച്ചിട്ട് നന്നായിട്ട് ചുട്ടെടുത്തിട്ട് അതിനകത്ത് ഫില്ലിങ് വെച്ചിട്ട് നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് കണവ വെച്ചിട്ട് ഫില്ലിംഗ് ആയിട്ട് വെച്ച് ചെയ്തത്. ഇതിനകത്ത് വേണമെങ്കിൽ ചിക്കൻ ചേർക്കാം, അതല്ല വെജിറ്റബിൾസ് ആണെങ്കിൽ അങ്ങനെ, അതല്ലെന്നുണ്ടെങ്കിൽ സ്വീറ്റ് ആയിട്ടാണെങ്കിലും അങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്.
ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ചേർക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്ക് എന്തായിരുന്നാലും എണ്ണ നല്ലപോലെ ചൂടായിട്ട് വേണം അതിലേക്ക് നമ്മളിട്ട് വറുത്തെടുക്കാൻ. അതല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് എണ്ണ കുടിക്കും. പിന്നെ ഒരുപാട് നേരം നമ്മൾക്ക് എണ്ണയിലിടേണ്ട ആവശ്യമില്ല. ഇത് ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മൂത്ത് വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഇത് വറുത്ത് കോരിയെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് 2 വശവും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. നമുക്കിത് പ്ലേറ്റിലേക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ നിരത്തിയിട്ട് അതിലേക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മുട്ട വെച്ചിട്ടുള്ള ഒരു ബാറ്ററും തയ്യാറാക്കിയിട്ട് അതിൽ വേണമെങ്കിൽ മുക്കിയെടുക്കാവുന്നേ ഉള്ളൂ. മൈദ വേണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കണ്ട. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ വറുത്ത് കോരിയെടുക്കാം. ഇത് നമ്മുടെ ചിക്കൻ റോൾ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ്. പിന്നെ ബ്രെഡ് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിനകത്തേക്ക് കണവ ആണെന്നേ ഉള്ളൂ. ചിക്കൻ വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇത് ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി നേരം എണ്ണയിൽ കിടക്കാനും പാടില്ല. അതുപോലെ തന്നെ എണ്ണയ്ക്ക് നല്ല ചൂട് വേണം. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് എല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നും എൻ്റെ വീഡിയോസൊക്കെ കാണുക. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതിന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. എന്നാലേ ഞാൻ വീണ്ടും റെസിപ്പീസ് ഇടുമ്പോൾ നിങ്ങൾക്കത് കിട്ടുകയുള്ളൂ. നോട്ടിഫിക്കേഷൻ വഴി നിങ്ങൾക്കത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരേക്കും ടാറ്റാ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.